ഹായ് ഗായ്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയമാണ് ദി ഹാർപ്പ് ഓഫ് ഇന്ത്യ ബൈ ഹെൻറി ഡെറോസിയോ. ആൻഡ് ഹൂ ഈസ് ഹെൻറി ഡെറോസിയോ? ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? ഒരിക്കലും മറക്കരുത് ഈ പേര്, ബിക്കോസ് ഹീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്. സോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഹൂ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്, സോ യു ഷുഡ് ഹാവ് എൻ ആൻസർ ആൻഡ് ഇറ്റ് ഈസ് ഹെൻറി ഡെറോസിയോ. ഇതാണ് ഹെൻറി ഡെറോസിയോ. ഹെൻറി ഡെറോസിയോയുടെ ഫുൾ നെയിമാണ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. അദ്ദേഹം ജനിച്ച വർഷം 1809 ആൻഡ് ഹി ഡൈഡ് ഇൻ 1831. സോ ഹാർപ്പ്, ഇതാണ് ഹാർപ്പ്. ഈ മാലാഖമാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഹാർപ്പ്. ആൻഡ് അതുപോലെ തന്നെ ഹാർപ്പിന് ഈ പോയത്തിൽ വളരെയധികം പ്രാധാന്യം, ബിക്കോസ് ആ നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ തുടങ്ങുന്നത് ഹാർപ്പ് എന്ന പേരിലാണ്. സോ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഇതൊരിക്കലും മറക്കരുത്. പോയറ്റിനെ പരിചയപ്പെടാം. അബൌട്ട് ദ പോയറ്റ്. സോ ഹെൻറി, ആദ്യമേ ഞാൻ പറഞ്ഞു, ഹെൻറി ഡെറോസിയോ ഈസ് റിഗാർഡഡ് ആസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്. അദ്ദേഹം ജനിച്ചത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ ടൈമിലാണ്. അദ്ദേഹം ജനിച്ചത് കൽക്കത്തയിലാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദി ഫോർഗോട്ടൺ ആംഗ്ലോ ഇന്ത്യൻ പോയറ്റ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ആംഗ്ലോ ഇന്ത്യൻ പോയട്രി ബിഗിൻസ് വിത്ത് ഹിം. ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാരനല്ലാത്ത വേറെ ഒരാൾ എഴുതുന്ന ആ ഒരു പോയറ്റിക് സമ്പ്രദായം തുടങ്ങിയത് തന്നെ ഹെൻറി ഡെറോസിയോയിൽ നിന്നാണ്. ആൻഡ് ഹിസ് ഫാദർ വാസ് ഇൻഡോ പോർച്ചുഗീസ് ആൻഡ് ഹിസ് മദർ ഇംഗ്ലീഷ്. ആൻഡ് അദ്ദേഹം ആകെപ്പാടെ ഒരു പോയട്രി കളക്ഷൻ എഴുതിയിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദ പോയംസ് ഓഫ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. ഞാൻ ഈ തന്നേക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുത്താൽ വളരെയധികം ഉപകാരപ്പെടും. സോ പ്ലീസ് റൈറ്റ് ദിസ് നോട്ട്സ്. ആൻഡ് നെക്സ്റ്റ്, ഹി ഡൈഡ് ഓഫ് കോളറ അറ്റ് ദി പ്രൈം ഏജ് ഓഫ് 23. വളരെ കുറച്ച് കാലമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള കീറ്റ്സിനെയൊക്കെ പോലെ വളരെ കുറച്ച് കാലം. മീൻസ് ഹി ഡൈഡ് അറ്റ് എ പ്രൈം ഏജ് ഓഫ് 23 ബിക്കോസ് ഓഫ് കോളറ. ആൻഡ് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ, അദ്ദേഹം ജീവിച്ചിരുന്ന വർഷങ്ങളിൽ തന്നെ അദ്ദേഹം വളരെയധികം പ്രശസ്തിയൊക്കെ നേടിയ ഒരാളാണ്. ഹീ ഈസ് ദ ഹെഡ് മാസ്റ്റർ ഓഫ് ഹിന്ദു കോളേജ് കൊൽക്കത്ത. ആൻഡ് ഹി വാസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ റൊമാൻറ്റിക് പോയട്രി. അദ്ദേഹം ലോർഡ് ബൈറൻ്റെയും റോബർട്ട് സദയുടെയൊക്കെ ഭയങ്കര ഒരു ഫാനായിരുന്നു. ആൻഡ് ഹി വാസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം, നോട്ട് എ ഫാൻ, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം. ആൻഡ് നമുക്ക് പോയം എന്താണ്, അദ്ദേഹം ഈ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അബൌട്ട് ദി പോയം, Derosio's poem expresses his patriotism and his contemplations regarding the intellectual renaissance to awaken a minds of youths of pre-independence India. നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ ബ്രിട്ടീഷ് അണ്ടറിലായിരുന്നു. സോ ആ സമയത്ത് തന്നെ ബ്രിട്ടീഷ് റൂൾ കാരണം പല പോയറ്റ്സിനെയും അടിച്ചമർത്തപ്പെട്ടിരുന്നു. അപ്പം നമ്മുടെ ഒരു ക്ലാസിക്കൽ പോയട്രി, അല്ലെ നമ്മുടെ ഒരു ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനുണ്ട്. ആ ട്രഡീഷൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. സോ ഇതിൽ നിന്ന് ഒരു കൾച്ചറൽ റിനൈസൻസ്, ഒരു കൾച്ചറൽ റിഫോം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡെറോസിയോയുടെ പോയത്തിൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ പോയത്തിലും അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള ആ ഒരു പേട്രിയോട്ടിസം, ഒരു രാജ്യസ്നേഹം നമുക്ക് വളരെയധികം കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ എല്ലാ പോയറ്റിലും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹീ ഹോപ്സ്, അദ്ദേഹം പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ റിനൈസൻസ്, ഒരു കൾച്ചറൽ റിഫോം വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ലിറ്റററി ട്രഡീഷനെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. അത് ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, അന്നത്തെ ദ യൂത്ത് ഓഫ് ഇന്ത്യ. സോ ആൻഡ് നെക്സ്റ്റ്, The Harp of India is a lament on the loss of cultural ethos and decline of India's traditional art and literature under British imperialism. ഇവിടെ അണ്ടറിൻ്റെ സ്പെല്ലിങ് UNDER ആണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പം മിസ്റ്റേക്ക് പറ്റിയതാണ്, ക്ഷമിക്കണം. ആൻഡ് ഹാർപ്പ് ഓഫ് ഇന്ത്യ ഒരു ലാമൻ്റാണ്, ഒരു വിലാപകാവ്യമാണ്. വിലാപകാവ്യം എന്തിനാണ്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൾച്ചറൽ ഈത്തോസിനെയും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെയും വേണ്ടിയുള്ള ഒരു വിലാപകാവ്യമാണ് ഹാർപ്പ് ഓഫ് ഇന്ത്യ. അതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ടാണ്.
ദ പോയറ്റ് റിമെമ്പേഴ്സ് ദി പാസ്റ്റ് റൈറ്റേഴ്സ്. നമ്മൾക്ക് പണ്ട് കാലത്ത് നമുക്ക് വളരെയധികം നല്ല നല്ല പോയട്രീസ് വന്നിട്ടുള്ള പാസ്റ്റ് റൈറ്റേഴ്സിനെ അദ്ദേഹം ഓർമ്മിക്കുന്നു. The poem starts with melancholy and ends with a note of optimism to the restoration of the richness and grandeur of Indian literature. പോയം തുടങ്ങുന്നത് തന്നെ ഒരു മെലങ്കളിക്കൽ ടൂണിലാണ്, ഒരു സാഡ് ടോണാണ്. പക്ഷേ അദ്ദേഹം പോയം എൻഡ് ചെയ്യുമ്പം നമുക്കൊരു ഒരു ഒപ്റ്റിമിസ്റ്റിക് എൻഡിങ് ആണ്, ഒരു ഹോപ്പ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൾച്ചറിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ലിറ്ററേച്ചറിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് അദ്ദേഹം തരുന്നുണ്ട്. The poem is in the form of a sonnet, dividing the 14 lines into 2 divisions of 7 lines by expressing the problem in the octet, which means the decline of poetic tradition and resolution in the set through his humble poetic efforts. Poem actually ഒരു സോണറ്റിൻ്റെ ടൈപ്പിലാണ്. സോണറ്റ് അറിയാലോ, a poem which consists of 14 lines, 14 വരികളുള്ള ഒരു പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മെയിൻ ആലോചിക്കേണ്ട 2 ടൈപ്പ് സോണറ്റ് ഉണ്ട്. 2 ടൈപ്പല്ല, 3 ടൈപ്പ് സോണറ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഷേക്സ്പിയറിയൻ സോണറ്റും പെട്രാർക്കിയൻ സോണറ്റുമാണ്. സോ പെട്രാർക്കിയൻ സോണറ്റിൽ വരുന്നതാണ് ഒക്ടേവും സെറ്റും. ഒക്ടേവിനകത്ത് ആ പോയത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോബ്ലം അത് കൊണ്ടുവരുന്നത് ഒക്ടേവിലാണ്, അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ഒക്ടേവിലാണ്. അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരുന്നതാണ് സെറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഈ സോണറ്റിലും ഒക്ടേവും സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്ടേവിൽ അദ്ദേഹം പറയുന്ന പ്രോബ്ലമാണ് ദ ഡിക്ലൈൻ ഓഫ് പോയറ്റിക് ട്രഡീഷൻ. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോയറ്റിക് ട്രഡീഷനെ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒക്ടറ്റിലാണ്. അതുപോലെ തന്നെ സെറ്റിൽ പറയുന്നതാണ് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണ്ടേ. ആ സൊല്യൂഷൻ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഹമ്പിളായിട്ടുള്ള പോയറ്റിക് എഫേർട്സ് വഴി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഒരു പോയറ്റിക് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട് സെറ്റ്. ആൻഡ് ഈ പോയത്തിൻ്റെ റൈം സ്കീമാണ് AB AB BAB CD CD CBB. ലാസ്റ്റ് 2 ലൈൻസ് കപ്ലറ്റാണ്, വിച്ച് മീൻസ് റൈംഡ് ആണ്. പോയത്തിലേക്ക് കടക്കാം. Why hangs thou lonely on your withered bough? Unstrung forever must thou there remain. Thy music was once sweet, who has it now? So the poem begins with a question. Poem തുടങ്ങുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. Why? എന്തിനാണ്? Why hangs means hanging, and thou എന്ന് വെച്ചാൽ ഓൾഡ് ഇംഗ്ലീഷിലുള്ള വേർഡാണ്, വിച്ച് മീൻസ് യു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹാർപ്പിനെയാണ്. ഹാർപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മെറ്റഫറായിട്ടാണ്, ഒരു കമ്പാരിസൺ. നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോയറ്റ്സ്, ഈ പോയറ്റ്സിനെയാണ് അദ്ദേഹം ഈ ഹാർപ്പ് വഴി സംബോധന ചെയ്തേക്കുന്നത്. സോ വിതേർഡ് ബൗ മീൻസ് ഡ്രൈ ബ്രാഞ്ച്, ബൗ മീൻസ് ബ്രാഞ്ച്. സോ അദ്ദേഹം ആ ഹാർപ്പിനോട് ചോദിക്കുകയാണ്, വൈ ഹാങ്സ് ദൗ, എന്തിനാണ് നീ ഇവിടെ മീൻസ് വൈ ഹാങ്സ് ദൗ ലോൺലി, എന്തിനാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് ഈ ഒരു ഉണങ്ങിയ മരച്ചില്ലയിൽ ആടിക്കിടക്കുന്നത്. അൺസ്ട്രങ് ഫോർ എവർ മസ്റ്റ് ദൗ ദെയർ റിമൈൻ. അൺസ്ട്രങ് ആണ്, അൺട്യൂൺഡ് ആണ്, വർഷങ്ങളായിട്ട് അൺട്യൂൺഡ് ആയിട്ടുള്ള ഒരു ഹാർപ്പായിട്ട് നീ കിടക്കുകയാണ്. വൈ? ബിക്കോസ് ഇപ്പം ഈ അൺസ്ട്രങ് ആയിട്ടുള്ള ഈ ഹാർപ്പിന് മ്യൂസിക്കൊന്നും കമ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല, വിച്ച് മീൻസ് അന്നത്തെ ആ ഒരു അടിച്ചമർത്തപ്പെട്ട ആ പോയറ്റ്സിന് അവർക്ക് പോയട്രി ഒന്നും എഴുതാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആ ഒരു പോയറ്റിക് ഇമാജിനേഷൻ ഡ്രൈഡപ്പാണ്. ബ്രിട്ടീഷ് ഇമ്പീരിയലിസം കാരണം അവർക്ക് പോയട്രി പോലും എഴുതാനുള്ള ഒരു അനുവാദമില്ല. അങ്ങനെ ഒരു അനുവാദമില്ലായ്മ വന്നപ്പം അവരുടെ ആ ഒരു പോയറ്റിക് ഇമാജിനേഷൻ പോലും ഡ്രൈഡപ്പായി, ബിക്കോസ് ഓഫ് ദി ഇമ്പീരിയൽ റൂൾ ഓഫ് ബ്രിട്ടീഷ്. Thy music was once sweet, who hears it now? Thy music, ഹാർപ്പേ, നിൻ്റെ മ്യൂസിക് ഒരിക്കൽ വളരെയധികം സ്വീറ്റായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് ആരുണ്ട് കേൾക്കാൻ? വിച്ച് മീൻസ്
ഒരിക്കൽ നമ്മുടെ പഴയ പോയറ്റ്സ് പണ്ട് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മെല്ലിഫ്ലുവസ് ആയിട്ടുള്ള പോയംസ് അല്ലെ പോയട്രി എഴുതിയവരാണ്. അതായത് ക്ലാസിക്കൽ ഏൻഷ്യൻ പോയട്രി. പക്ഷേ ഇപ്പം ആരും ക്ലാസിക്കൽ ഏൻഷ്യൻ പോയട്രി അവർക്ക് വേണ്ട. കാരണം ദ പ്രസൻറ്റ് ജനറേഷൻ നെഗ്ലക്ട്സ് ക്ലാസിക്കൽ പോയട്രി. പ്രസൻറ്റ് ജനറേഷനുള്ള ആൾക്കാർക്ക് പോലും ക്ലാസിക്കൽ പോയട്രി വേണ്ട. വൈ ഡത്ത് ദ ബ്രീസ് സൈ ഓവർ ദീ ഇൻ വെയിൻ? എന്തുകൊണ്ടാണ് നിൻ്റെ അടുത്തൂടെ ആ ഉണങ്ങിയ മരച്ചില്ലകളുടെ അടുത്തൂടെ പോകുന്ന ആ കാറ്റ്, ഒരു ഇളം കാറ്റ് പോലും നിന്നെ കണ്ട് ഒരു നെടുവീർപ്പോടെ, ഒരു വേദനയോടെ നെടുവീർപ്പെടുത്തു പോകുന്നത്? വൈ? സൈലൻസ് ഹാസ് ബൗണ്ട് ദീ വിത്ത് ഹർ ഫേറ്റൽ ചെയിൻ. സൈലൻസ് എന്ന ആ ഒരു ഫേറ്റൽ ആയിട്ടുള്ള ആ ഒരു ചങ്ങല അത് നിന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. വിച്ച് മീൻസ് കൊളോണിയൽ ലൈഫ്, ബ്രിട്ടീഷ് കൊളോണിയൽ ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ചങ്ങല നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ അല്ലെ നമ്മുടെ ഇന്ത്യൻ പോയട്രി ട്രഡീഷനെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ കണ്ടംപററി പോയറ്റ്സിനെ അവരെ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ ആ ഒരു പോയറ്റിക് പവർ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അനുവാദം പോലും കൊടുക്കുന്നില്ല. നെഗ്ലക്റ്റഡ്, മ്യൂട്ട് ആൻഡ് ഡെസലേറ്റ് ആർ ദൗ. നീ ഇപ്പോൾ നെഗ്ലക്റ്റഡ് ആണ്, മ്യൂട്ടാണ്, ഡെസലേറ്റഡ് ആണ്. ആർട്ട് മീൻസ് യു. ആർട്ട് മീൻസ് ആർ. Art means are, thou, you. Neglected, mute and desolate are you. Like ruined monument on a desert plain. നമ്മുടെ പോയറ്റ് ഇവിടെ ഒരു സിമിലി കൊണ്ടുവരുന്നുണ്ട്. ലൈക്ക് നമുക്കറിയാം സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ വിച്ച് യൂസസ് ആസ് ആൻഡ് ലൈക്ക്. നമ്മുടെ ആ ഒരു പോയറ്റിക് ട്രഡീഷന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഒരു റൂയിൻഡ് മോണ്യുമെൻ്റ് ആയിട്ടാണ്. ഒരു മരുഭൂമിയിൽ ഒരു ഡയലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റൂയിൻഡ് മോണ്യുമെൻറ്റ്, ഒരു കെട്ടിടം പോലെയാണ് നമ്മുടെ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഓ മെനി എ ഹാൻഡ് മോർ വർത്തി ഫോർ ദാൻ മൈൻ. ഒരിക്കൽ എൻ്റെ ഹാൻഡ്സിനേക്കാളും വർത്തി ആയിട്ടുള്ള പല ഹാൻഡ്സ് which means many poets other than him. Once they harmonious chords to sweetness gave. ഒരിക്കൽ അവരുടെ ആ ഒരു പോയട്രിക് എബിലിറ്റി വളരെയധികം സ്വീറ്റായിട്ടുള്ള മ്യൂസിക് അല്ലെ പോയട്രി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെനി എ wreath ഫോർ ദം ഡിഡ് ഫെയിം എൻഡ് വെൻ. ഈ പോയട്രി കാരണം അല്ലെ ഈ പോയട്രി വഴി അവർക്ക് വളരെയധികം ഫെയിമും പേരും പ്രശസ്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫ് ഫ്ലവേഴ്സ് സ്റ്റിൽ ബ്ലൂമിങ് ഇൻ ദി ഓൺ ദി മിൻസ്റ്റേഴ്സ് ഗെയിം. നീ ഇപ്പോഴും ഈ ഹാർപ്പെ നീ ഇപ്പോഴും ഒരു ശവകുടീരത്തിൻ്റെ അവിടെ കിളിച്ചു വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പൂ, ഒരു ചെടി അല്ലെ ഒരു പൂ, ആ ഒരു പൂവിനെ പോലാണ് ഇപ്പോഴും നിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിലനിൽക്കുന്നുണ്ട്. കാരണം നിനക്കിപ്പോഴും സ്വീറ്റായിട്ടുള്ള മ്യൂസിക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഒരിക്കൽ നീ കൊണ്ടുവന്ന മ്യൂസിക് പല ആൾക്കാർക്ക് സംതൃപ്തി നൽകിയതുപോലെ, അതുപോലെ തന്നെ വിച്ച് മീൻസ് പണ്ടത്തെ എഴുതിയ ആ പോയട്രി ഇപ്പോഴും അതിൻ്റെ ആ ഒരു എസൻസ് നിലനിൽക്കുന്നു. അതുപോലാണ് യു ആർ ലൈക്ക് എ ഫ്ലവർ വിച്ച് ബ്ലൂംസ് ഓൺ ദി മിൻസ്റ്റേഴ്സ് ഗെയിം. ദോസ് ഹാൻഡ്സ് ആർ കോൾഡ് ബട്ട് ഇഫ് ദൈ നോട്ട്സ് ഡിവൈൻ മേ ബി ബൈ മോർട്ടൽ വീക്കെൻഡ് വൺസ് അഗെയിൻ ഹാർപ്പ് ഓഫ് മൈ കൺട്രി ലെറ്റ് മീ സ്ട്രൈക്ക് അഗെയിൻ. ഒരു പക്ഷേ ആ ഹാൻഡ്സ് എല്ലാം കോൾഡാണ്, വിച്ച് മീൻസ് ആ പോയറ്റ്സ് എല്ലാം ഡെഡാണ്. പക്ഷേ ഇപ്പോഴും നിൻ്റെ നോട്ട്സ് ഡിവൈൻ ആണെങ്കിൽ, അതായത് അവരുടെ വിച്ച് മീൻസ് അവരുടെ പോയട്രി ഇപ്പോഴും ഡിവൈൻ ആണ്, അല്ലെ ഇപ്പോഴും അവരുടെ പോയട്രിക്ക് ആ ഒരു എസെൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. കാരണം പുതിയ ജനറേഷനിലുള്ള പോയറ്റ്സിന് അവരുടെ പോയറ്റിക് എനർജി ഡ്രൈഡപ്പ് ആവാതെ ഇനിയും പോയറ്റിക് റിഫോം കൊണ്ടുവരാനും പുതിയ പോയറ്റിക് ഇമാജിനേഷനും പോയട്രിയും എഴുതാനുമുള്ള ആ ഒരു സോഴ്സ് ഓഫ് മോട്ടിവേഷൻ സ്ട്രെങ്ത് ആണ് നീ. ആൻഡ് ഹി എൻഡ്സ് വിത്ത് ദ ലൈൻ ഹാർപ്പ് ഓഫ് മൈ കൺട്രി ലെറ്റ് മീ സ്ട്രൈക്ക് അഗെയിൻ. അദ്ദേഹം പറയുന്നതാണ് മൈ കൺട്രി, എൻ്റെ രാജ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാർപ്പ് ഓഫ് മൈ കൺട്രി ലെറ്റ് മീ സ്ട്രൈക്ക് ദ സ്ട്രെയിൻ വിച്ച് മീൻസ് ഞാൻ എഴുതും, എനിക്ക് അനുവാദം തരും, ഞാൻ
എൻ്റെ വേഴ്സസിലൂടെ ഒരു പോയറ്റിക് റിഫോം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനെ തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു സ്ട്രെങ്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രി കൂടെ ബാക്കി പോയറ്റ്സിനും ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ടോണിലൂടെയാണ് ആ പോയം തീരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പോയറ്റിക് ഡിവൈസസ്. നമ്മൾ ഇതിൽ പോയറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റഫർ. ഞാൻ പറഞ്ഞു പോയം തുടങ്ങുന്നത് തന്നെ ഒരു മെറ്റഫറാണ്, വിച്ച് ഈസ് ദ ഹാർപ്പ്. Harp is used as a metaphor for Indian literary tradition. And next is personification. Personification's example ആണ് silence. Silence is personified in the lines, silence has bound thee with her fatal chain. നമ്മുടെ ഹെർ കൊടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് മനസ്സിലാക്കാം സൈലൻസ് എന്ന ചങ്ങല അവൾ നിന്നെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ആൻഡ് തേർഡ് ഈസ് സിനഡക്, മെനി ഹാൻഡ്സ്. സിനഡക് എന്താണെന്നറിയാലോ? ഒരു കൂട്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഒറ്റ വേർഡിൽ എക്സ്പ്രസ് ചെയ്യുക. മെനി ഹാൻഡ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പല പോയറ്റ്സ്, നമ്മുടെ ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനെ എൻറിച്ച് ചെയ്ത പോയട്രി എഴുതിയ പല പോയറ്റ്സിനെയാണ് ഈ മെനി ഹാൻഡ്സിൽ കൂടെ പറയുന്നത്. ഞാനിവിടെ ഒരെണ്ണം വിട്ടുപോയി, അത് സിമിലിയാണ്. സിമിലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൈക്ക് എ റൂയിൻഡ് മോണ്യുമെൻറ്റ് ഓൺ എ ഡെസേർട്ട് പ്ലെയിൻ. ലൈക്ക് റൂയിൻഡ് മോണ്യുമെൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഇന്ത്യൻ ലിറ്റററി ട്രഡീഷനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഒരു റൂയിൻഡ് മോണ്യുമെൻ്റ് ആയിട്ടാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു തകർന്ന അവസ്ഥയിലുള്ള ഒരു മോണ്യുമെൻറ്റ്, ഒരു ഡെസേർട്ട് പ്ലെയിനിൽ, ഒരു മരുഭൂമിയിലുള്ള ഒരു മോണ്യുമെൻറ്റിനെ പോലെയാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇത്രയുള്ളൂ പറയാൻ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്നുമില്ല. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ. ആൻഡ് നമുക്കിനി അടുത്തൊരു